Hello everyone. വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മളൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആയിരുന്നു RPF എക്സാമിനേഷൻ അല്ലേ, RPF കോൺസ്റ്റബിൾ എക്സാമിനേഷൻ 2024 വിളിച്ചതാണ്. RPF SI ഓൾറെഡി കഴിഞ്ഞു എങ്കിൽ പോലും RPF കോൺസ്റ്റബിൾ ആണ് ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. കാരണം 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്തതും അതിനു വേണ്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു നമ്മുടെ RPF കോൺസ്റ്റബിളിനെ എന്ന് വിളിക്കും എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു എല്ലാവരും. അതിലെല്ലാം ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ തന്നെ അവരിപ്പോൾ ചെയ്തിട്ടുണ്ട്, അവരുടെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ റിലീസ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചോളുക. ഇനി പഠിക്കാനുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും RPF കോൺസ്റ്റബിളിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 2-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പറയുകയാണെങ്കിൽ GD കഴിഞ്ഞ് അടുത്ത മാസം തന്നെ എന്ത് തുടങ്ങുകയാണ്, RPF എക്സാം തുടങ്ങുകയാണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. മാർച്ച് 2 മുതൽ 20 മാർച്ച് വരെയാണ് ഡേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ മാർച്ച് 2 തൊട്ട് 20 മാർച്ച് വരെയാണ് ആ ഡേറ്റ് അവർ ഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും വരും ഡേയ്സിൽ അവർ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, എക്സാം സിറ്റിയും ഡേറ്റും എല്ലാം, എക്സാം സിറ്റിയും ഷിഫ്റ്റും ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ 10 ദിവസത്തിന് മുന്നേ ആയിരിക്കും ഇതെല്ലാം അവരെന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. ഇനി എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പഠനത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതെ നേരെ മുന്നോട്ട് ഇനി എന്ത് ചെയ്താൽ മതി, നല്ല രീതിയിൽ പഠിച്ചു കയറിയാൽ മാത്രം മതി. നിങ്ങൾക്ക് ടൈം ഉണ്ട്, ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹപ്രകാരമുള്ള ഡേറ്റ് തന്നെയാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. മാർച്ചിൽ വരുമെന്ന് തന്നെയാണ് മുന്നേയും അവരെന്ത് ചെയ്തിരുന്നത്, പറഞ്ഞിരുന്നത്. അത് അതുപോലെ തന്നെയാണ് വന്നത്. മാർച്ച് 2-നും മാർച്ച് 20-നും ഇടയിൽ തന്നെയാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്